നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ഇലക്ഷനൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അതിനെക്കുറിച്ച് യോഗ്യതയെക്കുറിച്ച്, ക്വാളിഫിക്കേഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അന്ന് ഏകദേശം ഒരു 85% ആളുകളും ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നിരക്ഷരരായിരുന്നു അല്ലേ? പക്ഷേ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 75 വർഷങ്ങളായിട്ടും നമ്മൾ അതേ ഇത് ഫോളോ ചെയ്യണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മളെ ഭരിക്കുന്ന ആളുകൾ ഏറ്റവും വിവരമില്ല, എല്ലാറ്റിനും ക്വാളിഫിക്കേഷൻ വേണം. പക്ഷേ ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈഡും അല്ലാത്ത ആളുകളാണ്. 1-ാം നമ്പർ ക്രിമിനൽസും എല്ലാമാണ് നമ്മളെ ഭരിക്കുന്നത് അല്ലേ? അത് ശരിക്കും പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞില്ലേ? അതായത് ആ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ള നിയമം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം അല്ലേ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിഡ്ഢികളായ ആളുകൾ നമ്മളെ ഭരിക്കും, അല്ലെങ്കിൽ ക്രിമിനൽസായ ആളുകൾ വാർഡ് മെമ്പറും MLA യും MP യും എല്ലാം. അത്രയേ ഉള്ളൂ. ശരിയല്ലേ?